വിഡിവൻ കോൾ സെന്ററിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികളുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുട്ടികളിലെ അമിതമായ സ്ക്രീൻ ഉപയോഗം എന്നതാണ് വിഷയം. നമുക്കറിയാം, ഇന്ന് കൊച്ചു കുട്ടികൾ വരെ സ്മാർട്ട് ഫോണിൽ ആകൃഷ്ടരാണ്. പല തരത്തിലുള്ള ഗെയിമുകളുമായി അവർ ഏറെ നേരം ഫോണിൽ ചെലവിടുന്നത് കാണാം. അതുകൂടാതെ ടി വിയിൽ കാർട്ടൂണുകൾ കണ്ടിരിക്കുക, മുതിർന്നവരുടെ ഐപാഡുകൾ ഉപയോഗിക്കുക, അങ്ങനെ ഗാഡ്ജറ്റുകളുടെ ലോകത്താണ് കുട്ടികൾ ഇന്ന് കൂട്ടുകൂടുന്നത്. ഇത് കൊച്ചു കുട്ടികളിൽ മാത്രമായി ഒതുങ്ങുന്നതല്ല, മുതിർന്ന കുട്ടികളിലും സ്ക്രീൻ അഡിക്ട്സ് ആണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് കുട്ടികളുടെ മാനസിക ആരോഗ്യ രംഗത്തെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. ഇതിനെ എങ്ങനെയാണ് നിയന്ത്രിക്കാം? ഈ കാര്യത്തിൽ മാതാപിതാക്കൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് കോൾ സെന്റർ വിശദമായി ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിനായി കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ ചൈൽഡ് ആൻഡ് അഡോളസൻസ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഗായത്രി രാജൻ നമ്മോടൊപ്പമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ വിളിച്ച് ചോദിക്കാവുന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഫോൺ ചെയ്യുമ്പോൾ ദയവായി ടിവിയുടെ സൗണ്ട് മ്യൂട്ട് ചെയ്ത് ചോദ്യങ്ങൾ ഫോണിലൂടെ മാത്രം ചോദിക്കാൻ ശ്രമിക്കുക. ഡോക്ടർ കോൾ സെന്ററിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾ ഇപ്പോൾ ഫോണിൽ അഡിക്ട്സ് ആയിരിക്കുന്ന അല്ലെങ്കിൽ അഡിക്ഷൻ ആയിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് അവധിക്കാലമാണിപ്പോൾ. സ്കൂൾ തുറക്കുന്നിടം വരെ കുട്ടികളുടെ ലോകമെന്ന് പറയുന്നത് ഫോണിൽ മാത്രമാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള അപകടങ്ങളാണ് ഈ ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷനിലൂടെ കുട്ടികൾക്ക് വരുത്തി വെക്കുന്നത്? അതിനെ നമുക്ക് ഏജായിട്ട് തരംതിരിക്കുകയാണെങ്കിൽ എങ്ങനെ തരംതിരിക്കാൻ കഴിയും? ഏജായിട്ട് തരംതിരിക്കുകയാണെങ്കിൽ നമുക്ക് 8 വയസ്സിൽ താഴെ, പിന്നെ 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെ, പിന്നെ 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെ, അങ്ങനെ 3 രീതിയിൽ നമുക്ക് തരംതിരിക്കാം. 8 വയസ്സിന് താഴെ എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഒരു 2 വയസ്സ് മുതൽ 8 വയസ്സ് വരെ ഈ കാലഘട്ടത്തിൽ ശരിക്കും നമ്മൾ 2 വയസ്സിന് താഴെ ശരിക്കും സ്ക്രീൻ കുട്ടികൾക്ക് കൊടുക്കരുത് എന്നാണ് മാനദണ്ഡങ്ങൾ പറയുന്നത്. 2 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാക്സിമം 1 മണിക്കൂർ മാത്രമാണ് സ്ക്രീൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പഠനത്തിൻ്റെ ആവശ്യത്തിനായിട്ട് സ്ക്രീൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഈ 12 വയസ്സ് മുതൽ ഒരു 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പഠനത്തിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ ഫോൺ കൊടുക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവരത് വേറെ ഗെയിംസിനും അവരുടെ മറ്റ് സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾക്കുമായിട്ട് അത് ഉപയോഗിച്ച് ആ ഒരു ടൈം എക്സീഡ് ചെയ്തു പോയി എഡിക്ഷൻ രൂപത്തിലേക്ക് അത് മാറുന്നു. അപ്പോൾ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 24 മണിക്കൂറിൽ ഒരു 8 മണിക്കൂർ ഉറക്കം, പിന്നെ പഠനത്തിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു 8 മണിക്കൂർ അതിനായിട്ട് മാറ്റി വെക്കുന്നു. ബാക്കിയുള്ള 8 മണിക്കൂർ സോഷ്യലൈസേഷൻ, അവരുടെ ഹോബീസ്, വീട്ടുകാരുമായിട്ട് ഇൻട്രാക്ഷൻ. അപ്പം ഇതൊക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏതൊരു കുട്ടിയുടെയും ജീവിതത്തിൽ ആവശ്യമാണ്. പക്ഷേ നമ്മൾ പ്രോബ്ലമാറ്റിക് സ്ക്രീൻ മീഡിയ യൂസ് എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ബാക്കിയുള്ള ഈ ഉറക്കവും അതേപോലെ പഠിത്തവും ബാക്കിയുള്ള ഇൻട്രാക്ഷനും ഒക്കെ മാറ്റിവെച്ച് കുട്ടികൾ സ്ക്രീനിലേക്ക് മാത്രമായി സമയം ചെലവഴിക്കുമ്പോഴാണ് നമ്മളത് പ്രോബ്ലമാറ്റിക് സ്ക്രീൻ മീഡിയ യൂസ് എന്ന് പറയുന്നത്. എഡിക്ഷൻ എന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴെന്ന് വെച്ചാൽ കുട്ടികൾ ഈ എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുക, പഠിത്തം മാറ്റിവെക്കുക, വേറെ കളികൾ മാറ്റിവെക്കുക, അതേപോലെ തന്നെ ഈ വേറെ കുട്ടികളായിട്ടും കളിക്കാനുള്ള ഇൻട്രാക്ഷനും മാതാപിതാക്കളുമായിട്ടുള്ള ഇൻട്രാക്ഷനും അതേപോലെ തന്നെ അവരുടെ ഹോബീസും എല്ലാം മാറ്റിവെച്ച് ഈവൻ ഉറക്കം പോലും മാറ്റിവെച്ച് ഫുൾ ടൈം സ്ക്രീൻസിനെ എഡിക്റ്റഡ് ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു പദം യൂസ് ചെയ്യുന്നത്. അവരവർ തന്നെ അത് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതും പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയും പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. മറ്റൊന്ന്, ഈ ചെറിയ കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങളെ എടുക്കുകയാണെങ്കിൽ മാതാപിതാക്കൾ അവർക്ക് പലപ്പോഴും വഴക്കായിരിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് ചെയ്യുന്നൊരു കാര്യം, ഈ മൊബൈൽ ഫോണിൽ കാർട്ടൂൺ വെച്ച് കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അത് എത്രത്തോളം ഈ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ അത് ബാധിക്കും? അത് വളരെ മോശം രീതിയിൽ കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്തെന്ന് വെച്ചാൽ നോർമലി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് അടങ്ങുമ്പോൾ നമുക്ക് സാറ്റൈറ്റി, അതായത് വിശപ്പ് അടങ്ങി എന്നുള്ള ഒരു നമ്മുടെ തന്നെ ശരീരം നമുക്കൊരു സിഗ്നൽ തരുന്നു. പക്ഷെ നമ്മൾ ഈ മൊബൈല് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്രീൻ ആയിക്കോട്ടെ, ടി വിയോ സ്മാർട്ട് ഫോണോ എന്താണെന്ന് വെച്ചാൽ
അത് കാണിക്കുമ്പോൾ ഒന്നാമത് ഈ സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നല് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും കുട്ടികൾ കൂടുതലായിട്ട് ഈ സ്ക്രീൻ കാണാനായിട്ട് തന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ രണ്ടാമതുള്ളത് എന്ന് വെച്ചാൽ പല അഡ്വർടൈസ്മെൻറ്റ്സും ഈ പ്രൊമോട്ട് ചെയ്യുന്നത് ഫാസ്റ്റ് ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചെറിയ കുട്ടികളെ ഇത് വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം അവരുടെ ചോയ്സസും അങ്ങനെ ആയിരിക്കും. അപ്പം പുറത്തു പോകുമ്പോഴും അവർ ആവശ്യപ്പെടുന്ന ഫുഡും കാര്യങ്ങളും ഒക്കെ ഈ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളും അത് ഒബേസിറ്റി ഒക്കെ ഉണ്ടാവാനായിട്ട് വളരെ കൂടുതൽ കാരണമായിട്ട് നമ്മൾ കാണാറുണ്ട്. മറ്റൊന്ന് ഈ വെർച്വൽ ഓട്ടിസം എന്നുള്ളതാണ്. അതായത് പുതിയതായി കേട്ട് വന്നിരുന്ന ഒരു മെഡിക്കലിൽ കേട്ട് വരുന്ന ഒരു വാക്കാണ് വെർച്വൽ ഓട്ടിസം. എന്താണ് വെർച്വൽ ഓട്ടിസം? വെർച്വൽ ഓട്ടിസം എന്നത് എന്താണെന്ന് വെച്ചാൽ, ഓട്ടിസത്തിന് റിസ്ക് ഉള്ള കുട്ടികളിൽ, പ്രത്യേകിച്ച് 6 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഈ സ്ക്രീൻ മീഡിയ നമ്മൾ ഒരു 6 മണിക്കൂറിൽ കൂടുതലായിട്ട് എക്സ്പോഷർ ഉണ്ടാവുമ്പോൾ പലപ്പോഴും ഓട്ടിസത്തിൻ്റെ ഫീച്ചേഴ്സ് കുട്ടികളിൽ കാണുന്നു. ഈ കുട്ടികൾക്ക് നമ്മൾ ഒരു 3 മാസത്തിൽ കൂടുതലായിട്ട് സ്ക്രീൻ ഫ്രീ ആയിട്ടുള്ള ഒരു പീരീഡ് കൊടുക്കുകയും ബാക്കിയുള്ള ഓട്ടിസത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതായത് സ്പീച്ച് തെറാപ്പി, ഓക്യുപ്പേഷണൽ തെറാപ്പി പോരാതെ കുട്ടികൾക്ക് വേണ്ട നല്ല രീതിയിലുള്ള സ്റ്റിമുലേഷൻ നമ്മൾ ഒരു 3 മാസം ഇൻറ്റൻസീവായിട്ട് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും ഓട്ടിസത്തിൻ്റെ ഫീച്ചേഴ്സ് ഈ നല്ല രീതിയിൽ ഈ കുട്ടികൾ റിക്കവർ ചെയ്യും. മറ്റു കുട്ടികൾ, ഓട്ടിസം ഉള്ള കുട്ടികളെ അപേക്ഷിച്ച് ഈ വെർച്വൽ ഓട്ടിസം ഉള്ള കുട്ടികൾ നല്ല രീതിയിൽ റിക്കവർ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഈ മറ്റൊരു ചോദ്യം, ഈ 18 വയസ്സ് താഴെയുള്ള കുട്ടികളിൽ ഡിപ്രഷൻ, ആൻസൈറ്റി പോലുള്ളവ വരാനുള്ള സാധ്യതകളുണ്ടോ? ഒന്നത്. 2, ഈ മൊബൈൽ ഉപയോഗത്തിലൂടെ അല്ലെങ്കിൽ സ്ക്രീൻ ഉപയോഗത്തിലൂടെ ഇത് വരാനുള്ള സാധ്യതകളുണ്ടോ? അതായത് പഠനങ്ങൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ചോദ്യം, ഡിപ്രഷനും ആങ്സൈറ്റിയും വരാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും കുട്ടികളിലുണ്ട്. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, സ്ക്രീൻ മീഡിയ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് വരാമോ എന്ന് ചോദിച്ചാൽ, ഇതൊരു ബൈ ഡയറക്ഷണൽ സംഭവമാണ്. അതായത് കുട്ടികൾക്ക് ഡിപ്രഷനും അതേപോലെ ആങ്സൈറ്റിയൊക്കെ ഉണ്ടാവുമ്പോൾ അവർ കൂടുതലായിട്ട് ഈ സ്ക്രീൻ മീഡിയ യൂസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അവർക്ക് ലോൺലിനെസ്സും ഒറ്റപ്പെടലും ഒക്കെ അനുഭവപ്പെടുമ്പോഴും, അതേപോലെ തന്നെ ഏത് മാനസിക രോഗം ആവുമ്പോഴും ആദ്യമായിട്ടുണ്ടാവുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഉറക്കക്കുറവാണ്. അപ്പം അങ്ങനെ ഉറക്കക്കുറവ് ഉണ്ടാവുമ്പോൾ പലപ്പോഴും ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ക്രീൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. നമ്മൾ സ്ക്രീൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, സ്ക്രീനിൻ്റെ ഈ ബ്രൈറ്റ് ബ്ലൂ ലൈറ്റ് നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹോർമോൺ ഉണ്ട് നമ്മുടെ തലച്ചോറിൽ, മെലറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ. ആ ഹോർമോൺ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയ്ക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉറക്കം ഒന്നുകൂടെ കുറയുന്നു. അതും ഒരു കാരണം. പിന്നെ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഒക്കെയാണ് പലപ്പോഴും കാണാറുള്ളത്. അപ്പം കുറച്ച് ഈ സെൽഫ് ഇമേജ് ഇഷ്യൂസ് ഒക്കെയുള്ള കുട്ടികളൊക്കെ നമുക്ക് അതിലേക്ക് വരാം. ഒരു കോളർ ഉണ്ട്, മലപ്പുറത്ത് നിന്ന് മുഹമ്മദ് ബഷീർ ആണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിക്കാം. ചോദ്യം ഒന്നുകൂടെ ചോദിക്കാമോ? ഹലോ, അതായത് എന്റെ പേരക്കുട്ടിക്ക് ഒരു 10-12 വയസ്സായിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഈ ഫോൺ ഇത് ഉപയോഗിച്ചിട്ട് അതിന്റെ ഈ കണ്ണിന്റെ ലെൻസിണ്ടല്ലോ, ഈ പിന്നെ കണ്ണട ഉപയോഗിക്കുന്നുണ്ട്. അത് നല്ല പവർഫുൾ ലെൻസാണ്. അപ്പൊ അതൊന്ന് കുറച്ച് ഉപയോഗം ഒന്ന് കുറക്കാൻ എന്താണ് ടെക്നിക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് ചോദിക്കുകയാണ്. കാരണം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഇത് നന്നായിട്ട് ഇങ്ങനെയുണ്ട്, നന്നായിട്ട് കളി എല്ലാതുകൊണ്ട് ആക്ടിവിറ്റികളൊക്കെ ഉള്ള കുട്ടിയാണ്. പക്ഷേ ഇതിന്റെ ശരിക്ക് ഇത് ഉപയോഗത്തിന്റെ കൂടുതൽ കൊണ്ടാണ് കണ്ണട 12 വയസ്സിന് പവർഫുൾ ആയിട്ടുള്ളത് വെച്ചാലേ വായിക്കാനൊക്കെ കഴിയുന്നു. അതായത് കണ്ണടയുടെ ഉപയോഗം സ്ക്രീൻ മീഡിയ കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സ്ക്രീൻ മീഡിയ ഇതിന് ഒരു കാരണമാവാം. അപ്പം
അപ്പം നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു 11 വയസ്സുള്ള കുട്ടി എത്ര സമയം ഉപയോഗിക്കുന്നു എന്നതിൽ ഉപരിയായി ആ കുട്ടി എന്തൊക്കെ ആണ് ഈ സ്ക്രീനിൽ കാണുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ കുട്ടി എന്താണ് എത്ര മണിക്കൂർ കാണുന്നു, ആ കുട്ടി എന്താണ് കാണുന്നത്, അതിൻ്റെ കണ്ടന്റ് എന്താണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആ കുട്ടി ഇപ്പം ഉദാഹരണത്തിന് കുട്ടി പറയാണ്, ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ ഈ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നു. അതായത് പഠിക്കാനായിട്ട് ഒരു സ്ക്രീൻ തുറന്നു വെക്കുമ്പോൾ കുട്ടികൾ അതിൻ്റെ കൂടെ തന്നെ മറ്റു പല സ്ക്രീനുകൾ, ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ, ഉദാഹരണത്തിന് യൂട്യൂബ്, അതേപോലെ പല സ്ക്രീനുകൾ ഒരേ സമയത്ത് തുറന്ന് ആ സ്ക്രീനുകൾ ഒക്കെ പ്രവർത്തിപ്പിക്കുന്നു. പഠനങ്ങളിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അറ്റ് എ ടൈം ഒരു കുട്ടി പഠിക്കാതെ നോക്കുമ്പം ഈ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു സമയത്ത് 6 മിനിറ്റാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നത്. കാരണം അപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്നു, പിന്നെ ആ നോട്ടിഫിക്കേഷൻ തുറന്ന് നോക്കി, ചിലപ്പം യൂട്യൂബിലായിരിക്കാം, ചിലപ്പോൾ വാട്സാപ്പിലായിരിക്കാം, ചിലപ്പം വേറെ ഏതെങ്കിലും ഒരു സ്ക്രീനിലായിരിക്കാം. അപ്പോൾ മോർ ദാൻ എത്ര സമയം കുട്ടി സ്ക്രീൻ യൂസ് ചെയ്യുന്നു, അതിനേക്കാളും കുട്ടി എന്ത് ആവശ്യത്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കുട്ടി സ്ക്രീൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു വലിയ സ്ക്രീനിലേക്ക് മാറ്റാം. ഉദാഹരണത്തിന് നമ്മൾ മൊബൈൽ ഫോണിലാണ് കുട്ടി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ, നമുക്ക് അതൊരു PC-യിലേക്ക് മാറ്റി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു മുറിയിലേക്ക്, ഉദാഹരണത്തിന് ഡൈനിങ് ഹാളിലേക്ക് ഒരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയാൽ നമുക്കും ഇടയ്ക്ക് അത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് അത് ഷിഫ്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെ കുറച്ച് മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഈ കണ്ണിൻ്റെ ബുദ്ധിമുട്ടും കുറയും. പിന്നെ കണ്ണിന് ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ 20 സെക്കൻഡ്സ് റൂൾ ബ്ലിങ്ക് ചെയ്യണം. പിന്നെ നമ്മുടെ പോസ്റ്റർ ശ്രദ്ധിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ സ്ക്രീൻസ് യൂസ് ചെയ്യുമ്പം. അപ്പം വലിയ സ്ക്രീൻ ആകുമ്പം അത്രയും പ്രശ്നമില്ല. അപ്പം അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടൊരു ഒഫ്താൽമോളജിസ്റ്റിനാണ് പറഞ്ഞു തരാൻ പറ്റുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മുടെ ടീച്ചറുമായിട്ടും നമ്മൾ കോണ്ടാക്ട് ചെയ്യണം. ശരിക്കും ഈ കുട്ടി പറയുന്ന അത്രയും വർക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു കുട്ടി പഠിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പം കൂടുതലും ആഫ്റ്റർ കോവിഡിന് ശേഷം ഓൺലൈൻ വഴിയാണ് ക്ലാസ്സുകൾ പലപ്പോഴും നടക്കുന്നത്. അപ്പോൾ മൊബൈൽ എത്ര നേരം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുട്ടി ഉപയോഗിക്കാൻ പറ്റും? അല്ലെങ്കിൽ അവരുടെ ആ കണ്ണിന് പ്രശ്നം വരാതിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവാതിരിക്കാൻ എത്ര നേരം ഉപയോഗിക്കണം? ഇത് മാനദണ്ഡങ്ങൾ ശരിക്കും 8 വയസ്സുള്ള കുട്ടികൾക്ക് വരെയാണ് ഉള്ളത്. അതായത് 2 വയസ്സിന് താഴെ അലൗഡ് അല്ല. 8 വയസ്സ് വരെ 1 മണിക്കൂർ. അത് തന്നെ 1 മണിക്കൂർ എന്ന് പറയുമ്പം ഒരു ദിവസം 1 മണിക്കൂർ, ഒരു ദിവസം 1 മണിക്കൂർ നമ്മൾ ഒരു പേരൻറ്റ് ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരിക്കണം. ഐഡിയലി നമ്മൾ കുട്ടികൾ ഈ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു പേരൻറ്റ് കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കൺസെപ്റ്റ്. പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ, പേരൻസ് ജോലിക്ക് പോവും, കൂടെയുള്ളത് അവരുടെ ഗ്രാൻഡ് പേരൻസ് ആയിരിക്കും. അവർക്ക് ഈ സ്ക്രീൻ മീഡിയ ആയിട്ട് അത്രയും അതിനെപ്പറ്റി കാര്യമായിട്ടുള്ള അവബോധം ഉണ്ടായിരിക്കില്ല. അപ്പം അത് കാരണം നമുക്ക് അതിലേക്ക് വരാം. മറ്റൊരു കോളറുണ്ട്, ഹെൻറി കണ്ണൂരിൽ നിന്നും. ചോദിക്കാം ഡോക്ടറോട്. കണ്ണൂരിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഹിന്ന ചേരുകയാണ്. ഹിന്ന, ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഹിന്ന. ഹലോ, ചോദിച്ചോളൂ ഹിന്ന, ചോദിച്ചോളൂ. മാഡം, എന്റെ മകന് 7 years ആയി. അവന് പഠിക്കാൻ ഇരിക്കുമ്പം കോൺസെൻട്രേഷൻ വളരെ കുറവാണ്. കുറച്ച് സമയം മാത്രമേ പഠിക്കാൻ ഇരിക്കുന്നുള്ളൂ. ഹിന്ന, ടിവിയുടെ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കുമോ? ഹലോ, ടിവിയുടെ സൗണ്ട് ഒന്ന് കുറച്ച് വെച്ചിട്ട് ചോദിക്കാമോ? മ്യൂട്ട് ചെയ്തു. ഹലോ, പറഞ്ഞോളൂ ഹിന്ന. എന്റെ മകന് 7 വയസ്സായി.
അവന് പഠിക്കാനിരിക്കുമ്പം പിന്നെ കുറച്ച് സമയമേ പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു, അല്ലെങ്കിൽ ചിന്തിച്ചിരിക്കുക, അങ്ങനെയൊക്കെ ഇത്. അപ്പൊ എന്തെങ്കിലും ഒരു നമ്മൾ എങ്ങനെ കുട്ടികളെ ആ ഒരു ഇതിലേക്ക് കുറച്ച് സമയമെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ? അപ്പോൾ ഹിന്ന, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, മോന് ഈ പഠിത്തത്തിൽ മാത്രമാണോ ഈ ഒരു പ്രശ്നമുള്ളത്? ഹിന്ന ടീച്ചറിനോട്, അതായത് മോൻ്റെ ടീച്ചർ ആയിട്ട് ഹിന്ന എപ്പോഴെങ്കിലും സംസാരിച്ചപ്പോൾ സ്കൂളിലും ഇതേപോലെ ശ്രദ്ധക്കുറവും കാര്യങ്ങളും ഉണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നോ? സ്ക്രീനിൽ നോക്കിയിരിക്കുമ്പം ശ്രദ്ധക്കുറവ് അതേപോലെ ഇല്ല, അങ്ങനെ ഹിന്നെ ശ്രദ്ധിച്ചിരുന്നോ? പ്രൈമറിലി കുറച്ച് സമയം ഇരിക്കും. ടീച്ചേഴ്സിനൊക്കെ ഞാൻ സംസാരിച്ചപ്പം അവര് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്ലാസ്സിലാണെങ്കിലും എപ്പോഴും ഇങ്ങനെ ഒരു എന്താ പറയാ, ഇരുത്തത്തിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാറുണ്ട്. കുറെ നമ്മൾ ഒരു കാര്യം തന്നെ ഒരുപാട് ടൈം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാച്ചപ്പ് ചെയ്യും. അങ്ങനെ ഒരു ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഹിന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഹിന്ന ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നൊരു അവസ്ഥയുണ്ട്. അപ്പം അതിൽ കുട്ടികൾക്ക് ഫസ്റ്റ് വാക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ്, അതായത് ശ്രദ്ധക്കുറവ്, കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രദ്ധക്കുറവ്, പ്രത്യേകിച്ച് പഠിത്തം, അതേപോലെ കുട്ടികൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്ന കുറച്ച് ടാസ്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട്. പക്ഷേ TV ഒക്കെ കാണുമ്പം ഇതേപോലെ ശ്രദ്ധക്കുറവ്, അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളിലൊന്നും അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ യൂഷ്വലി പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ ഹൈപ്പർ ആക്ടിവിറ്റി സ്കൂൾ എൻവയൺമെൻറ്റിൽ പ്രശ്നം ഉണ്ടാവില്ല. അറ്റൻഷൻ ഡെഫിസിറ്റും ഇതേപോലെ പഠനത്തിൻ്റെ കാര്യങ്ങളിലാണ് പ്രശ്നം ഉണ്ടാവുക. ഇപ്പം അവർക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്, അവർക്ക് അങ്ങനത്തെ ആക്ടിവിറ്റീസിലൊന്നും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ടീച്ചർ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇൻഅറ്റൻഷൻ ഹിന്നയും അതേപോലെ ടീച്ചറും നോട്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ടേമിന് ഇല്ലാത്തത് പക്ഷേ വേറെ ഒരു ഇമ്പൾസിവിറ്റിയും ഇങ്ങനത്തെ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം മോന് ചെറിയ രീതിയിലുള്ള ഒരു ഇവാലുവേഷൻ്റെ ആവശ്യമുണ്ട്. പിന്നെ അമിതമായിട്ടുള്ള സ്ക്രീൻ മീഡിയ യൂസ് കൊണ്ട് തന്നെ ഇതേപോലെ അറ്റൻഷൻ ഡെഫിസിറ്റും കാര്യങ്ങളും കുട്ടികളിൽ പലപ്പോഴും കണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് ഫങ്ഷൻ, അതായത് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുകൾ കുട്ടികളിൽ ഉണ്ടാവാറുണ്ട്. സ്ക്രീൻ മീഡിയയുടെ അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ പലപ്പോഴും കുട്ടികളിൽ ഈ അറ്റൻഷൻ ഡെഫിസിറ്റും ഹൈപ്പർ ആക്ടിവിറ്റിയും പോലെയുള്ള സിംറ്റംസ് പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മോനെ ഒരു ഇവാലുവേഷന് കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. ഡോക്ടർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുടെ ഉള്ളിൽ വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അത് ഇങ്ങനെയാണ്. അതായത് ഫോൺ അമിതമായി ഉപയോഗിക്കുമ്പോൾ കുട്ടികളിൽ ഏതെല്ലാം തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും? ഈ അസുഖങ്ങൾക്ക് മരുന്ന് എടുക്കുകയാണെങ്കിൽ അത് ആയുഷ്കാലം മുഴുവൻ, അത് ജീവിതാവസാനം വരെ മരുന്ന് എടുക്കേണ്ടി വരുമോ എന്നുള്ള ഒരു സംശയം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ പ്രേക്ഷകർക്കുണ്ടാവാം. എന്താണ് അവർക്കുള്ള ഉത്തരം? അതായത് പ്രോബ്ലമാറ്റിക് സ്ക്രീൻ മീഡിയ യൂസ് എന്നുള്ള ഒരു പ്രശ്നത്തിന് നമ്മൾ പ്രൈമറിലി, അതായത് ഓരോ ഏജ് ഗ്രൂപ്പിലും, ഇപ്പം തുടക്കം 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ കൗൺസിലിംഗ് അഥവാ നമ്മൾ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് മാതാപിതാക്കളെയാണ്. കാരണം അവിടെ ആ ഒരു ശീലം കുട്ടികൾക്ക് ഉണ്ടാവാൻ കാരണക്കാർ പൊതുവെ പേരൻസാണ്. പിന്നെ 8 മുതൽ 12 വയസ്സ് വരെ, അതായത് ആ സ്ക്രീൻ യൂസിൻ്റെ മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്വവും പേരൻസിന് തന്നെയാണ്. പിന്നെ നമ്മുടെ അഡോളസൻസിൽ എത്തുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, പേരൻസ് ഈ സ്മാർട്ട് ഫോണും അതേപോലെ സ്മാർട്ട് ഫോൺ ഉപകരണങ്ങൾ ഒക്കെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പലപ്പോഴും അവർ മനസ്സിലാക്കുന്നില്ല കുട്ടി അത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് രാത്രി യൂസ് ചെയ്യുന്നുണ്ടോ, അതിലവർ എന്ത് കണ്ടൻറ്റാണ് കാണുന്നത്, അതിൽ അവർ ആരൊക്കെ ആയിട്ടാണ് കോണ്ടാക്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ കുട്ടികൾ ആരൊക്കെയായിട്ടാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. പലപ്പോഴും കുട്ടികൾ വിദേശത്തുള്ള ആൾക്കാരുമായിട്ട് മൾട്ടിപ്ലെയർ ഗെയിംസ് കളിക്കുന്നു. ഇപ്പോൾ ചില കുട്ടികളോട് നമ്മൾ ചോദിക്കുമ്പം ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഐ ഹാവ് ഓൺലി ഓൺലൈൻ ഫ്രണ്ട്സ്, ദേ ആർ ഇൻ ജർമ്മനി, അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്.
അപ്പം ഇവിടെ നമുക്ക് പേരൻസിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ കുട്ടികളുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. ആ ക്വാളിറ്റി ടൈം നമ്മളെപ്പോഴും കുട്ടികളുടെ കൂടെ ക്വാളിറ്റി ടൈം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരുടെ കൂടെയുള്ള ടൈമിൽ എന്തൊക്കെയാണോ അവർ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അതായത് ഈ ചില ബാൻഡുകൾ, ഇപ്പോൾ BTS പോലുള്ള ബാൻഡുകളിൽ കുട്ടികൾ വളരെ അട്രാക്റ്റീവാണ്, അതിൽ അഡിക്ഷനായി പോയി. ഈ അഡിക്ഷൻ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം വളരെ പെട്ടെന്ന്? അതായത് ഏത് തരത്തിലുള്ള അഡിക്ഷനും ആ എഡിക്ഷൻ ഉള്ള വ്യക്തിയുടെ മോട്ടിവേഷൻ, തെറാപ്പിക്കുള്ള മോട്ടിവേഷൻ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് അഡോളസൻസ് ആവുമ്പം നമ്മൾ അവരുടെ അടുത്ത് വളരെ തുറന്ന രീതിയിൽ സംസാരിക്കുകയും ഈ എഡിക്ഷൻ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് അതിനെപ്പറ്റി ഒരു അവബോധം ഇല്ലാതെ പേരൻസിനെ മാത്രം ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു തെറാപ്പി ഒരു രീതിയിലും പോസിബിൾ അല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ സമയപരിമിതിയുണ്ട്, അതുകൊണ്ടാണ് ഇടപെടുന്നത്. കോൾ സെന്ററിൽ ഇത്രയും തരം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന് നന്ദി.